അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഭിനന്ദനായ ചെറുശോല ഉസ്താദ്, മൊയ്ദ് ഉസ്താദ്, മറ്റു ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നൂറാനി സുഹൃത്തുക്കളെ, ഉറുഫ് സ്വീകാര്യതയുടെ മദ്ഹബ് വിശകലനങ്ങൾ എന്നീ വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ ഉറുഫിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരുപാട് പ്രാധാന്യം നൽകിയതായി നമുക്ക് കാണാം. വിശേഷിച്ചും നുദൂറിൻ്റെ മസ്അലകൾ നോക്കുകയാണെങ്കിലും, ത്വലാഖിൻ്റെ മസ്അലകൾ, അതുപോലെ തന്നെ യമീൻ ഐമാൻ്റെ മസ്അലകൾ, മറ്റ് ഹൈള് എന്നീ ഒരുപാട് മസ്അലകളിൽ ഉറുഫിനെ ഫുഖഹാ പരിഗണിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. വൽ ഉർഫു ഫി ശറഹി ലഹു ഇഅ്തിബാറുൻ ലിദാ അലൈഹിൽ ഹുക്മു ഖദ് യുദാറു എന്ന് ഇബ്നു ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാവുന്നതുമാണ്. എന്താണ് ഉർഫ്? ഉർഫ് നിർവചിക്കപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഒരു പ്രദേശത്ത് സാധാരണയായി നടന്നു വരാറുള്ള നടപടിക്രമങ്ങൾ ശുദ്ധ പ്രകൃതക്കാർ അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് വിശാലാർത്ഥത്തിൽ ഉർഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. പ്രശസ്ത ഹനഫി പണ്ഡിതനായ നസഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസ്തസ്ഫ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം, അൽ ഉർഫു മസ്തഖറ ഫിൻ നുഫൂസി മിൻ ജിഹത്തിൽ ഉഖൂൽ വ തലക്കത്തുഹു തിബാഉ സലീമ ബിൽ ഖബൂൽ. അതുപോലെ തന്നെ ഹംബലി പണ്ഡിതനായ അലാഉദ്ദീനുൽ മർദാവി അവിടുത്തെ ഷർഹു തഹരീരിൽ പറയുന്നതായി കാണാം, അൽ ഉർഫ് എന്ന് പറഞ്ഞാൽ അൽ അംറുൽ മുതക്കറർ മിൻ ഒയ്രി അലാഖലിയ. സമാനമായ ആശയത്തിൽ മാലിക്കി മദ്ഹബിലെ ഖറാഫി തങ്ങൾ അവിടുത്തെ ദഖീറ എന്ന കിതാബിലും, അതുപോലെ തന്നെ നഫായിസുൽ ഉസൂൽ ഫി ഷർഹിൽ മഹ്സൂൽ എന്ന ഗ്രന്ഥത്തിലും ഒക്കെ പറയുന്നതായി കാണാം. ഇമാം സുബ്കി തങ്ങളും ഇമാം സുയൂത്തി തങ്ങളും അവരുടെ അൽ അഷ്ബാഹു അൻ നളായിർ എന്നീ ഗ്രന്ഥങ്ങളിൽ പ്രസ്തുത വിഷയത്തിൽ ഷാഫി നിലപാട് വിശദീകരിച്ചതായിട്ടും നമുക്ക് മനസ്സിലാവുന്നതാണ്. ഉർഫിനെ കുറിച്ച് പറയുമ്പോൾ ഉർഫ് കൗലിയായ ഉറുഫുണ്ടാകും, ഫേലിയായ ഉറുഫുണ്ടാകും. ഈ കൗലിയായ ഉറുഫും ഫേലിയായ ഉറുഫും തന്നെ രണ്ട് രീതിയിൽ നമുക്ക് തഖ്സീം ചെയ്യാവുന്നതാണ്. ഒന്ന് അൽ ഉർഫുൽ ഖാസ്, മറ്റൊന്ന് അൽ ഉർഫുൽ ആം. അൽ ഉർഫുൽ ആം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാലിബിയ്യത്തും അഹ്ലുൽ ബുൽദാനും അംഗീകരിച്ച് വരുന്ന നടപടിക്രമങ്ങളാണ് അൽ ഉർഫുൽ ആം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിതാബിൽ ഒക്കെ ഉദാഹരണം കാണുന്ന ഒരു ഉദാഹരണമാണ് അഖ്ദു സിവാജ് ഒഴിവാക്കാൻ വേണ്ടി ഹറാം എന്ന പദം ഉപയോഗിക്കുന്നത് പോലെ. മറ്റൊന്ന് അൽ ഉർഫുൽ ഖാസ് ആണ്. അൽ ഉർഫുൽ ഖാസ് പറഞ്ഞാൽ ഒരു മുഅയ്യനും മിനൻ നാസിൻ്റെ അടുത്ത് മാത്രം ഉർഫായ രീതി. ഇപ്പോൾ അഹ്ലുൽ ഇറാഖിലെ ആൾക്കാർ ദാബത്ത് എന്ന് പറഞ്ഞാൽ അവരതുകൊണ്ട് ഉദ്ദേശിക്കുക ഫറസ് എന്നാണ്. ഇങ്ങനെ അൽ ഉർഫുൽ ഖാസും ഉണ്ടാവും, അൽ ഉർഫുൽ ആമും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് മറ്റൊരു രീതിയിലുള്ള തഖ്സീമാണ് അൽ ഉർഫു സ്വഹീഹും അൽ ഉർഫുൽ ഫാസിദ് എന്നുള്ളത്. അൽ ഉർഫു സ്വഹീഹിൻ്റെ വിവക്ഷ മാ തആറഫുൻ നാസു ദൂന യുഹരിമ ഹലാലൻ ഓ യുഹില്ല ഹറാമൻ. ഒരു ഹലാലിനെ ഹറാമാക്കുകയോ ഒരു ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യാതെ ജനങ്ങൾക്കിടയിൽ വരുന്ന നടപടിക്രമങ്ങൾ. അതുപോലെ തന്നെ അൽ ഉർഫുൽ ഫാസിദ്, ഒരു ഹറാമിനെ ഹലാലാക്കുകയോ അല്ലെങ്കിൽ ഒരു ഹലാലിനെ ഹറാമാക്കുകയോ ചെയ്തു വരുന്ന ഉർഫ്, അത് അൽ ഉർഫുൽ ഫാസിദിൻ്റെ ഗണത്തിലാണ് പെടുക. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നാട്ടിൽ എന്തെങ്കിലും ആഘോഷവേളകളിൽ അല്ലെങ്കിൽ ഇഖ്തിഫാലാത്ത് ഉണ്ടാവുമ്പോൾ ഇഖ്തിലാത്തുൻ നിസാ ബിർ റിജാൽ, സ്ത്രീ പുരുഷ സങ്കലനം, അത് സാധാരണ ജനങ്ങൾ ചെയ്തു വരാറുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ദീനിൽ അതിന് പ്രായോഗികതയില്ല, അത് ഫാസിദായ ഉർഫിലാണ് പരിഗണിക്കുക. അതുപോലെ തന്നെയാണ് ലിയാഫത്തിൻ്റെ സമയത്തുള്ള മുസ്കിറാത്തൊക്കെ വിളമ്പിക്കൊടുക്കുക. ഇങ്ങനത്തെ സംഗതികളൊക്കെ അൽ ഉർഫുൽ ഫാസിദിലാണ് ഉലമാ പെടുത്തിയത്. അങ്ങനെ ഉർഫിനെ അൽ ഉർഫുൽ ആം, അൽ ഉർഫുൽ ഖാസ്, അതുപോലെ തന്നെ അൽ ഉർഫുൽ ഫാസിദ്, അൽ ഉർഫുൽ സ്വഹീഹ് എന്നിങ്ങനെ രണ്ട് രീതിയിൽ തഖ്സീമായിട്ട് നമുക്ക് കിതാബിൽ കാണാവുന്നതാണ്. മറ്റൊരു ചർച്ച ഉർഫും ആദത്തും ഒന്നാണോ, ഉർഫും ഇജ്മാവും തമ്മിലുള്ള ഫർക്ക് എന്താണ് എന്നീ വിഷയത്തെ സംബന്ധിച്ചാണ്. ഇബ്നു ആബിദീൻ തങ്ങളെ റസായിലിൽ കാണാം, അൽ ഉർഫു വൽ ആദത്തു ഇന്ദൽ ഫുഖഹാഇ ബി മഅനൻ വാഹിദിൻ ലിദാലിക ഇന്ദഹും ഖായിദ ഫിഖ്ഹിയ്യ അൽ ആദത്തു മുഹക്കമത്തുൻ
ഫുഖായിൻ്റെ അടുത്ത് ലുഗവിയായിട്ട് ഉർഫും ആദത്തും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഫുഖായിൻ്റെ അടുത്ത് ആദത്തും ഉർഫും ഒറ്റ മൈനക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അൽ ആദത്തു മുഹക്കമ എന്ന കായിദയ്ക്ക് കീഴിൽ ഈ ചർച്ചകളൊക്കെ വരുന്നത് എന്ന് സാരം. മറ്റൊരു ചർച്ച എങ്ങനെയാണ് ഇജ്മാവും ഉർഫും വേർതിരിയുന്നത് എന്നാണ്. ഇജ്മായിൻ്റെ ഉദ്ദേശം ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മത്തി, ഒരു ഉമ്മത്തിലെ മുജ്തഹിദുകളുടെ ഇത്തിഫാഖാണ് ഇജ്മായിൻ്റെ ഉദ്ദേശ്യം. പക്ഷേ ഉർഫിന് ഈ ഇത്തിഫാഖിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ നിർവചനത്തിൽ നിന്ന് വ്യക്തമാണ് സുലൂക്കുൽ അക്സരിയത്ത് ഉണ്ടായാൽ തന്നെ ഒരു ഉർഫായി മാറുന്നതാണ്. അവിടെയാണ് ഇജ്മാവും ഉർഫും പരസ്പരം വേർതിരിയുന്നത്. ഇപ്പോൾ നാം പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകും, നിർവചനത്തിൽ നിന്നൊക്കെ വ്യക്തമാകുന്നുണ്ട്, 4 മദ്ഹബിലും ഉർഫ് ഒരു കായിദ ഫിഖ്ഹിയായിട്ട് അംഗീകരിച്ച കാര്യമാണ്. എങ്കിൽ കൂടിയും ചില വ്യത്യാസങ്ങളും നിലപാടിൽ വ്യത്യസ്തതയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണത്തിന് ഹനഫിയത്തും മാലിക്കിയത്തും ഉർഫിനെ ഒരു കായിദ ഫിഖ്ഹിയായി അംഗീകരിച്ചിട്ടും അതിനൊരു ഷർത്തിൻ്റെ മഹലിലാണ് അവരത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഉർഫിനെ അവരൊരു ഷർത്തിൻ്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. ഇബ്നു ആബിദീൻ തങ്ങളുടെ റസായിൽ നോക്കിയാലും ഖറാഫി ഇമാമിൻ്റെ അൽ ഫുറൂഖ് നോക്കിയാലും നമുക്കിത് വ്യക്തമാവുന്നതാണ്. അതുപോലെ തന്നെ സത്യത്തിൻ്റെ മസലകൾ എടുക്കുമ്പോൾ, ഐമാൻ്റെ വിഷയം എടുക്കുമ്പോൾ ഷാഫി മദ്ഹബ് പ്രകാരം അവിടെ ആദ്യം ലുഗത്തിനെ പരിഗണിച്ച് ശേഷമാണ് ഉർഫിനെ പരിഗണിക്കുന്നുള്ളത്. പക്ഷേ ഹനഫിയത്ത് പറയാം മബ്നൽ ഐമാനി അൽ ഉർഫു എന്നാണ്. ഇങ്ങനെ വ്യത്യസ്തമായ നിലപാടുകൾ നമുക്കവിടെ കാണാവുന്നതാണ്. ചുരുക്കത്തിൽ ഇസ്ലാമിൽ 4 മദ്ഹബ് നോക്കുകയാണെങ്കിലും ഉർഫിനെ ഒരു കായിദ ഫിഖ്ഹിയായി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ നിരുപാധികം അല്ലാതെ പരിഗണിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തഅരീഫുകളിൽ നിന്നും തക്സീമുകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ്. ഒരു ഉർഫ് ദീനിൽ അതിന് പരിഗണന ലഭിക്കണമെങ്കിൽ അത് ശർഈയായ നസ്സിനോടോ ഒരു ഖത്ഈയായ അസ്ലിനോടോ എതിരാവാൻ പാടില്ല. അതുപോലെ തന്നെ ഗാലിബോ മുത്തരിദോ ആവണം എന്നെല്ലാം കൂടിയുള്ള നിബന്ധനകൾ നാം നേരത്തെ പറഞ്ഞ നിർവചനത്തോടൊപ്പം കൂടി വായിക്കുകയാണെങ്കിൽ എന്താണ് ഇസ്ലാമിൽ ഉർഫ്, എന്താണ് ഇസ്ലാമിൽ ഉർഫല്ലാത്തത് എന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.